എം സ്വരാജിന്റെ നിലമ്പൂരിലെ വീടിനോട് ചേർന്ന വിവിധതരം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞൊരു കുഞ്ഞു തോട്ടമുണ്ട്. തോട്ടത്തിലെ ഫലവൃക്ഷങ്ങളെക്കുറിച്ച് പരിസ്ഥിതി ദിനത്തിൽ സ്വരാജ് സംസാരിക്കുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം. രാഷ്ട്രീയത്തിന്റെ തിരക്കുകൾക്കിടയിലും സ്വരാജിന്റെ പരിസ്ഥിതിയോടുള്ള പ്രണയമാണ് ഈ തോട്ടത്തിലെ ഓരോ ചെടികളും മരങ്ങളും. കുറച്ച് സ്ഥലമേ ഉള്ളൂവെങ്കിലും ധാരാളം ഫലവൃക്ഷങ്ങൾ ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വിദേശിയും സ്വദേശിയുമുണ്ട് ഈ കൂട്ടത്തിൽ. വിവിധതരം പ്ലാവുകളും മാവുകളും പേരയും ജാമ്പയുമെല്ലാം പരസ്പരം കിന്നാരം പറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ ഏറെ ആഹ്ലാദകരമാണ്. കെപ്പൽ എന്ന വിദേശീയനം ഫലവൃക്ഷത്തെക്കുറിച്ച് സ്വരാജ് പറയുന്നു. ഇത് രാജാക്കന്മാർക്കും റാണിമാർക്കും ഒക്കെ മാത്രമേ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അയാളെ കൊന്നുകളയുക എന്നതായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ സ്വേച്ഛാധികാര വാഴ്ചയുടെ ഒരു അധികാര പ്രമത്തതയുടെ ഒരു ആശയം കൂടി വരുന്നുണ്ട്. അതായത് അതിവിശിഷ്ടമായതെല്ലാം അധികാരമുള്ളവർക്കേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന അതിൻ്റെയൊക്കെ പല പല വെർഷനുകൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു വൃക്ഷമാണ്. പ്ലാവുകളും മാവുകളും പല ഇനത്തിൽപ്പെട്ടതുണ്ട്. വിവിധ തരത്തിലുള്ള വിയറ്റ്നാം പ്ലാവുകളും നാടൻ പ്ലാവുകളും തോട്ടത്തിൽ വളരുന്നു. ഫലവൃക്ഷത്തൈകൾ പ്രധാനമായിട്ടും അത് ഞാൻ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചില സുഹൃത്തുക്കളും അടുപ്പക്കാരൊക്കെ ആയിട്ടുള്ളവർ ചില പ്രത്യേക തരത്തിലുള്ള ഇതൊക്കെ വരുമ്പോൾ നാടൻ സംഗതികളും അങ്ങനെ അല്ലാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിവിടെ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. തായ്ലൻഡ് ജാമ്പ, സ്റ്റാർ ഫ്രൂട്ട്, ചില മാവുകൾ എല്ലാം കായ്ച്ചു തുടങ്ങി. കുരുവില്ലാത്ത നാരകമാണ് മറ്റൊരു പ്രത്യേകത. ഇനിയും ഒരുപാട് ചെടികളും മരങ്ങളും ഈ തോട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതിനെ പിന്നീട് പരിചയപ്പെടുത്താം. തോട്ടത്തിൽ പിടിച്ച രുചികരമായ മാങ്ങയും നൽകിയാണ് സ്വരാജ് മാധ്യമപ്രവർത്തകരെ യാത്രയാക്കിയത്. ക്യാമറാമാൻ അഖിൽ ഷായിക്കൊപ്പം ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, നിലമ്പൂർ.